ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ ആയിട്ടാണ് കേട്ടോ, അടുക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഞാനിവിടെ ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെമ്മീൻ അടുക്കിലേക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കുക, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, വെറുതെ വീഡിയോ ലെങ്തി ആകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നോർമൽ ഫ്രൈയിങ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത് മാത്രം ഇട്ടിട്ട് കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിലേക്കൊരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു അടുക്കിൽ നിങ്ങൾക്ക് ചിക്കനും എടുക്കുക, ബീഫ് എടുക്കുക, എന്ത് എടുക്കട്ടെ. പക്ഷെ എന്തെടുക്കുമ്പോഴും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഫില്ലിങ്ങിന് ടേസ്റ്റ് കൂടുവേ. അപ്പോൾ നല്ലപോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് സവാള നല്ലപോലെ തന്നെ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ തന്നെ വാടി വന്നിട്ടുണ്ട്, കണ്ടില്ല, അത്യാവശ്യം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം, ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാം, നമ്മൾ ബീഫിലും ചിക്കനിലൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഓവർ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതുപോലത്തെ മീനിൻ്റെ ഫില്ലിങ്, അതായത് ചെമ്മീൻ്റെ ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരല്പം മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ, എങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഇട്ടതാണ്, അപ്പോൾ നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് അല്പം 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും വേണ്ട കേട്ടോ, ഈ ഒരു ഫില്ലിങ്ങിന് ഗരം മസാല പൊടി മാത്രം മതി. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ല ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ ആ ഒരു സെയിം കപ്പ് തന്നെ 1 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ, മൈദയുടെ അളവ് തന്നെ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. അടുത്ത ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത്. ഓവർ ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ നല്ല ലൂസ് ആവാനും പാടില്ല, ഈ ഒരു രീതിക്ക്. അഥവാ നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ പാൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അടുക്ക് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായതിന് ശേഷം ഇതുപോലെ കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നെയ്യാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുമെന്നറിയാലോ. നെയ്യൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇതുപോലെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ, മുഴുവനായിട്ട് വെച്ച് കൊടുക്കാതെ. അപ്പോൾ നിങ്ങൾ കരുതും മാവ് വെന്തില്ലല്ലോ എന്ന്, പക്ഷേ വേവാൻ പാടില്ല കേട്ടോ. ഈ ഒരു മുകൾ ഭാഗം നല്ലപോലെ ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിങ് അവിടെ ഒട്ടിക്കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ദോശ തിരിച്ചിടുന്ന സമയത്ത് അവിടെ ഒട്ടിക്കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ആറേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്തോളും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഫില്ലിങ് വെക്കാത്ത സൈഡ് കൊണ്ട് ഇതുപോലെ നല്ലപോലെ കവർ ചെയ്തിട്ട് ഉടനെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ അവിടെ നല്ലപോലെ സൈഡൊക്കെ ഒട്ടി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക, നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ദോശയൊന്നും ഇല്ലാത്ത സൈഡ്, ഈ ഒരു സൈഡിൽ കുറച്ച് നേരത്തെ പോലെ തന്നെ ഗീ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഫില്ലിങ് റെഡിയാക്കി വെച്ച ആ ഒരു ദോശയുടെ സൈഡ് കൂടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ മുകളിൽ തട്ടുന്ന രീതിയിൽ. എങ്കിലേ നമ്മുടെ ആ ഒരു നടുഭാഗം അവിടെ ജോയിൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഈ ഒരു സൈഡ് കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ദോശ ആറിയിട്ടൊന്നുമില്ല, ആറുന്നതിന് മുന്നേ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ, എങ്കിലേ തിരിച്ചിടുമ്പോൾ ഒട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക.
അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ലെയറായിട്ട് നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷെ തിരിച്ചിടുമ്പോൾ ഞാൻ കണ്ട ഫസ്റ്റ് നമ്മൾ ഫില്ലിങ് വെച്ചിട്ടില്ലേ ആ ഒരു ഭാഗമായിരിക്കണം തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സൈഡ് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഒഴിവുള്ള സൈഡിൽ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. അത് എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെയർ വേണ്ട അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലെയറും കൂടി ചെയ്യുന്നുള്ളൂ, കാരണം ചെമ്മീൻ്റെ ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ്. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് 3 ലെയറായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ദോശയുടെ സൈഡ് കൂടിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒന്ന് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ലെവലിൽ മാവ് നിന്നോളും കേട്ടോ. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ലെയറായിട്ട് അടുക്കടുക്കായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ചെയ്യുമല്ലോ അട്ടിയായിട്ട്, അങ്ങനെയും ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമ്മുടെ നേരത്തെ ഫില്ലിങ് റെഡിയായി സെറ്റായ ഭാഗം കൊണ്ടാണ് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും അവിടെ ഒട്ടിക്കിട്ടും. അപ്പോൾ ഞാൻ ഇത്ര ലെയറാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും പിന്നീട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് വീണ്ടും ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മസാല കുറച്ച് ഹെവി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അഥവാ ഏതെങ്കിലും സൈഡ് നിങ്ങൾക്ക് പൊട്ടിയിട്ട് തോന്നുവാണെങ്കിൽ അവിടെ കുറച്ച് ആ ഒരു ദോശയുടെ മാവൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അടുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും ഞാൻ കുറച്ച് സമയം നല്ലപോലെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് മുഴുവനായിട്ട് വെന്തതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ സിമ്പിളല്ല ചെയ്യാനായിട്ട്, ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെമ്മീൻ അടുക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ല ചെയ്യാനായിട്ട്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീട്ടിലെപ്പോഴെങ്കിലും ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, വെറുതെ പറയല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്